ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സെമിനാരിയിൽ ചേർന്ന് വൈദികനാകാൻ ആഗ്രഹിച്ച ഒരു യുവാവ്, മഠത്തിൽ ചേർന്ന് ഒരു സിസ്റ്ററാകാനായിട്ട് ആഗ്രഹിച്ച ഒരു യുവതി, ദൈവഹിതം ഇവരുടെ മനസ്സിനെതിരായതുകൊണ്ട് മാത്രം ഇവർ തമ്മിൽ ഒരു കുടുംബ ജീവിതത്തിന് രൂപം നൽകുന്നു. തങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ ആൺകുഞ്ഞിനെ ഒരു മിഷണറി വൈദികനാക്കാമെന്ന് ഇവർ രണ്ടാളും പ്രാർത്ഥനയോടെ ഒരു തീരുമാനമെടുക്കുന്നു. രണ്ടാൺകുട്ടികളടക്കം 9 മക്കളെ നൽകി ദൈവം ഇവരെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. പക്ഷേ ദൈവഹിത പ്രകാരം ആ 2 ആൺമക്കളെയും പിന്നീടുണ്ടായ 2 പെൺമക്കളെ അടക്കം 4 മക്കളെ ശൈശവത്തിൽ തന്നെ ദൈവം തിരികെ എടുക്കുന്നു. പിന്നീടുള്ള 5 പെൺമക്കള് മഠത്തിൽ ചേരുന്നു. ഈ 5 പെൺമക്കളടക്കം 7 വിശുദ്ധ ജന്മങ്ങൾക്ക് രൂപം നൽകിയ സാക്ഷ്യം വഹിച്ച സെലിൻ ഗൊരിൻ, ലൂയി മാർട്ടിൻ ദമ്പതികളുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. മാതാപിതാക്കളടക്കം 3 വിശുദ്ധര് ഈ കുടുംബത്തിൽ നിന്നുണ്ടാകുന്നു. അതിലൊരാള് വേദപാരംഗതയായി മാറുന്നു, ആഗോള മിഷണറിമാരുടെ മധ്യസ്ഥയായി മാറുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളായ ലൂയി മാർട്ടിൻ, സെലിൻ ഗൊരിൻ ദമ്പതികളെയാണ്. 1823 ഓഗസ്റ്റ് 22-നാണ് ലൂയി മാർട്ടിൻ്റെ ജനനം. ലൂയി മാർട്ടിൻ്റെ പിതാവ് ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു ക്യാപ്റ്റനായിരുന്നു. പക്ഷേ തികഞ്ഞ ഭക്തിയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. പീറ്റർ ഫ്രാൻസിസ് മാർട്ടിൻ എന്ന് പറയുന്ന ഈ ക്യാപ്റ്റൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. അതുമാത്രമല്ല, കൂദാശ വചനങ്ങൾക്ക് ശേഷമുള്ള ഭാഗം മുഴുവൻ ഇദ്ദേഹം വിശുദ്ധ കുർബാനയിൽ മുട്ടുകുത്തി നിന്നാണ് ഭക്തിയോട് കൂടിയിട്ട് ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയായ മേരി അൻഫാനി ബുറോ, അദ്ദേഹവും തികഞ്ഞ ഒരു ഭക്തയായിരുന്നു. ഇവരുടെ 5 മക്കളില് 3ാമത്തെ മകനായിട്ടാണ് ലൂയി മാർട്ടിൻ ജനിക്കുന്നത്. മാതാപിതാക്കളെ പോലെ തന്നെ തികഞ്ഞ ഭക്തിയിലും ദിവ്യകാരുണ്യ ഭക്തിയിലും ഇദ്ദേഹം വളർന്നു വന്നതിന് ചരിത്രം സാക്ഷിയാണ്. 1831 ഡിസംബർ 23-നായിരുന്നു സെലി ഗൊരിന്റെ ജനനം. 3 മക്കളിലെ 2ാമത്തവളായിരുന്നു സെലി ഗൊരിൻ. സെലി ഗൊരിന്റെ അപ്പനും ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ ലൂയി മാർട്ടിന്റെ പിതാവിനെ പോലെ അത്രമാത്രം ഭക്തിയോടെയല്ല ഇദ്ദേഹം സ്വന്തം മക്കളെ വളർത്തിയിരുന്നത്. ഇദ്ദേഹം വളരെ കർശനമായ ചിട്ടകളോട് കൂടിയിട്ടായിരുന്നു മക്കളെ വളർത്തിയിരുന്നു. ഭയങ്കര കർശനമായ നിയമങ്ങൾ ഇദ്ദേഹത്തിന്റെ വീട്ടില് കുട്ടികളോട് ഇദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്കൂൾ പഠനത്തിന്റെ കാലഘട്ടം എത്തുമ്പോൾ അലൻസോണിലെ തിരുഹൃദയ സന്യാസിനികൾ നടത്തുന്ന ഒരു സ്കൂളിലേക്ക് സെലി ഗൊരിനെ ചേർക്കുകയാണ്. അവിടുത്തെ സിസ്റ്റേഴ്സിന്റെ ജീവിതം കണ്ടിട്ടും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് സെലി ഗൊരിന് ഒരു ആകർഷണം തോന്നുന്നതും അതുപോലെ തന്നെ ഈശോയിലേക്ക് സെലി ഗൊരിൻ അടുക്കുന്നതും. വിദ്യാഭ്യാസത്തിന് ശേഷം സെലി ഗൊരിന്റെ ചേച്ചി വിസിറ്റേഷൻ മഠത്തിൽ ചേർന്നു. ഇത് ഭയങ്കര പ്രചോദനമായിരുന്നു ഈ സെലി ഗൊരിന് ഒരു മഠത്തിൽ പ്രവേശിച്ച ഒരു സന്യാസിനിയാകാനായിട്ട്. അങ്ങനെ ഒരുപാട് നാള് പ്രാർത്ഥിച്ച് കാത്തിരുന്ന സെലി ഗൊരിൻ അവസാനം വിൻസെന്റ് പോളിന്റെ പേരിലുള്ള ഒരു കോൺഗ്രിഗേഷനിൽ ചെല്ലുകയും അവിടുത്തെ ഈ സുപ്പീരിയറിനോട് മഠത്തിൽ ചേരാനുള്ള തൻ്റെ ആഗ്രഹം അറിയിക്കുകയുമാണ്. ഇദ്ദേഹത്തിന്റെ ആഗ്രഹം കേട്ടിട്ട് സുപ്പീരിയർ കുറച്ചു നേരം ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇദ്ദേഹത്തോട് പറയുകയാണ്, സെലി ഗൊരിനോട് പറയണം, മകളെ, നിനക്ക് മഠത്തിൽ ചേർന്ന ഒരു സിസ്റ്റർ ആകാനുള്ള ഒരു ദൈവവിളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ ഹിതം മറിച്ചാണെങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് നീ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞ് ഈ സെലി ഗൊരിനെ വീട്ടിലേക്ക് മടക്കി അയക്കുകയാണ്. ഒരുപാട് നേരം സെലി ഗൊരിൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് സെലി ഗൊരിൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ ചേച്ചിയെ പോലെ മഠത്തിൽ ചേർന്ന് ഒരു സന്യാസിനി ആകാനായിട്ട് അല്ലെങ്കിൽ നിന്റെ മണവാട്ടി ആകാനായിട്ടുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ല. ഇനി എന്ത് ചെയ്യണം? ഞാൻ ഇനി നീ നൽകുന്ന വിവാഹ ദൈവവിളി എന്ന് പറയുന്ന ആ ദൈവവിളി ഞാൻ സ്വീകരിക്കും. എനിക്ക് അനേകം മക്കളെ നൽകണം. ഈ മക്കളെ എല്ലാം അങ്ങയുടെ തിരുഹിതത്തിന് സമർപ്പിക്കാനായിട്ട് നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു ദേശത്ത് ലൂയി മാർട്ടിന്റെ സ്കൂൾ പഠനത്തിന് ശേഷം ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് തിരിയണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് അദ്ദേഹം വാച്ച് നിർമ്മാണം പഠിക്കാനായിട്ട് പോവുകയാണ്. സ്വിറ്റ്സർലൻഡിലും പാരീസിലും എല്ലാം പോയിട്ട് അദ്ദേഹം വാച്ച് നിർമ്മാണം പഠിക്കുന്നു. അതിനിടയിൽ സ്വിറ്റ്സർലൻഡിലായിരിക്കുമ്പോൾ അവിടെ സെന്റ് ബെർണാർഡിന്റെ ഒരു ആശ്രമത്തിൽ പോവുകയും അവരുടെ ആശ്രമവാസികളുടെ ആ ജീവിതത്തോട് ഒരു ഇഷ്ടം തോന്നുകയും ചെയ്യുകയാണ്. അങ്ങനെ മറ്റൊരു ദിവസം ഈ ആശ്രമത്തിലെത്തിയ ലൂയി മാർട്ടിൻ അവിടുത്തെ സുപ്പീരിയർ അച്ഛനോട് പറയുന്നുണ്ട്, എനിക്കും ഈ ആശ്രമത്തിൽ ചേർന്ന് ഒരു വൈദികനായാൽ കൊള്ളാമെന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നീ പ്രാർത്ഥനാപൂർവ്വം ഒരു തീരുമാനം എടുക്കാനായിട്ട് പറയുന്നു.
പിന്നീട് ആ ആശ്രമത്തിൽ ഇദ്ദേഹം ചേരുകയാണ്, സെമിനാരിയിൽ ചേരുകയാണ്, ഒരു വൈദികനാകാനായിട്ട് ചേരുകയാണ്. തികഞ്ഞ അച്ചടക്കത്തോടു കൂടിയിട്ട് ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ മകന്റെ ആ ഒരു ഭാവത്തോടു കൂടി തന്നെ നല്ല അച്ചടക്കത്തോടും നല്ല പ്രാർത്ഥനാ ചൈതന്യത്തോടും കൂടിയിട്ട് ഇദ്ദേഹം സെമിനാരിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ജോൺ മരിയ വിയാനി പുണ്യാളന്റെ ജീവിതം പറയുന്നത് പോലെ തന്നെ ലത്തീൻ ഭാഷ പഠനം ഇദ്ദേഹത്തിനും ഒരു കീറാമുട്ടിയായിട്ട് മാറുകയാണ്. ലത്തീൻ ഭാഷ എത്ര കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടും ഇദ്ദേഹത്തിന് ആ ഭാഷ സ്വായത്തമാക്കാനായിട്ട് പറ്റുന്നില്ല, പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ രക്തച്ചൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു വർഷം വീട്ടിൽ പോയി നിന്ന് ട്യൂഷനൊക്കെ പോയിട്ട് ലത്തീൻ ഭാഷ പഠിച്ചിട്ട് വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ ലൂയി മാർട്ടിൻ സെമിനാരിയിൽ നിന്നും വീട്ടിലേക്ക് യാത്രയാകുന്നു. വീട്ടിൽ വന്നിട്ട് ഒരു വർഷം ലത്തീൻ ഭാഷയ്ക്ക് വേണ്ടി ട്യൂഷന് പോയി നോക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ലത്തീൻ ഭാഷ സ്വായത്തമാക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ സെമിനാരി പഠനം പകുതിയിൽ വെച്ച് ഉപേക്ഷിച്ച് ഇദ്ദേഹം തിരിച്ച് പാരീസിലേക്ക് പോയിട്ട് വാച്ച് നിർമ്മാണത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം തിരികെ വന്നിട്ട് നല്ലൊരു വാച്ച് മെക്കാനിക്കായിട്ട് ഇവിടെ തൻ്റെ ജോലി ആരംഭിക്കുകയാണ്. ഒരു വൈദികനാകാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ തിരികെ വന്ന ലൂയി മാർട്ടിൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് പെട്ടെന്നൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. അമ്മ എത്രയും പെട്ടെന്ന് മകനെ ഒരു വിവാഹിതനായി കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മകനോട് തൻ്റെ ആഗ്രഹം തുറന്നു പറയുകയും മകന് വേണ്ടി സ്ഥിരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മ നാട്ടിൽ നല്ല അച്ചടക്കമുള്ള നല്ല ഭക്തി തീക്ഷ്ണതയുള്ള യുവതികളെ കണ്ടാൽ മകന് വേണ്ടി ആലോചിക്കാനായിട്ട് ഒരുമ്പെടുന്നു. അങ്ങനെ മകനോട് പറയുകയും മകൻ അങ്ങനെ തൻ്റെ വിവാഹത്തിന് വേണ്ടി ലൂയി മാർട്ടിൻ തൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയുമാണ്. മറ്റൊരു വശത്ത് സെലിഗുരിൻ എന്ന് പറയുന്ന യുവതിയും വിവാഹപ്രായമെത്തിയിരുന്നു. സെലിഗുരിനും പ്രാർത്ഥിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നു. അങ്ങനെ ഇരുവരും തമ്മിലുള്ള വിവാഹം ദൈവനിശ്ചയ പ്രകാരം 1858 ജൂലൈ 12 നടക്കുന്നു. ദൈവത്തോട് ഭക്തിയുള്ള, പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള, വിശുദ്ധ കുർബാനയോട് തീക്ഷ്ണമായിട്ടുള്ള സ്നേഹമുള്ള ഒരു കുടുംബത്തിനാണ് രണ്ടുപേരും ചേർന്ന് രൂപം നൽകിയത്. പ്രാർത്ഥനാ ജീവിതം ഇവരുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഇവർ കരുതുന്നു. അതിരാവിലെ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് പ്രാർത്ഥനാ മുറിയിലെത്തി കർത്താവിൻ്റെ മാലാഖ ചൊല്ലി അന്നൻ വെള്ളം തെളിച്ച് ആ മുറിയൊക്കെ വിശുദ്ധീകരിച്ചതിന് ശേഷം രണ്ടുപേരും കൂടി ദേവാലയത്തിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് യാത്രയാകുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും ലൂയി മാർട്ടിനും സെലിഗുരിനും മാർപ്പാപ്പയുടെ നിയോഗത്തിനും തിരുസഭയുടെ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. തിരുസഭയുടെ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു തീക്ഷ്ണത കാരണം തന്നെ തങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ ആൺകുഞ്ഞിനെ ഒരു മിഷണറി വൈദികനാക്കണം എന്ന് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ദൈവഹിത പ്രകാരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 9 മക്കളെ നൽകി ദൈവം ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. അതിൽ 4 മക്കള് ശൈശവ ദശയിൽ തന്നെ മരിച്ചു പോവുകയാണ്. ആ കൂട്ടത്തില് 2 ആൺമക്കളും 2 പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ബാക്കി ദൈവം ഇവർക്ക് നൽകിയ 5 പെൺമക്കളും ഭാവിയിൽ നമ്മൾ ഇവരുടെ ജീവിതചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഭാവിയിൽ ആ 5 പെൺമക്കളും കന്യാസ്ത്രീകളായിട്ട് തീരുന്നുണ്ട്. മഠങ്ങളിൽ എത്തിച്ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി തീരുന്നുണ്ട്. ദൈവത്തോടുള്ള ഭക്തിക്ക് പുറമെ തന്നെ സമൂഹത്തോടും നല്ല പ്രതിബദ്ധതയുള്ളവരായിരുന്നു ഈ കുടുംബം. ലൂയി മാർട്ടിൻ്റെയും സെലിഗുരിൻ്റെയും കുടുംബം ഉപവി പ്രവർത്തനങ്ങളിൽ കൂടുതൽ മിടുക്ക് കാണിച്ചിരുന്നതായിട്ട് ഇവരുടെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലൂയി മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു അപസ്മാര രോഗി വന്ന് ഇദ്ദേഹത്തോട് ഒരു സഹായം ചോദിക്കുകയാണ്. ഇദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്തു, അപസ്മാര രോഗിനെ അവിടെ ഇരുത്തിയിട്ട് ഇദ്ദേഹം തൻ്റെ തൊപ്പി ഊരി അവിടെയുള്ള യാത്രക്കാരിൽ നിന്നെല്ലാം ഭിക്ഷ യാചിച്ച് അതിൽ നിന്ന് കിട്ടിയ പണമെടുത്ത് ഈ അപസ്മാര രോഗിയെ സഹായിക്കുന്ന ഒരു സംഭവം ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനർത്ഥം ഉപവി പ്രവർത്തനങ്ങൾക്ക് ഇവരുടെ കുടുംബത്തിൽ നല്ല പ്രാധാന്യം ഇവർ കൊടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിന് മുമ്പിലും സമൂഹത്തിന് മുമ്പിലും നല്ല തീക്ഷ്ണതയോടെ വളർന്നു വന്നിരുന്ന ഈ ലൂയി മാർട്ടിൻ സെലിൻ ഗുരിൻ ദമ്പതികളുടെ കുടുംബം എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 9 മക്കളെ നൽകി ദൈവം ഇവരുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിച്ചു. ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും എത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ മാമോദീസ നൽകണമെന്ന് ഇവർ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു നിമിഷം പോലും തങ്ങളുടെ കുഞ്ഞുമക്കള് പാപത്തിന്റെ പിടിയിൽ വീഴാനായിട്ട് ഈ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നില്ല.
പിള്ളത്തൊട്ടിയിൽ വെച്ച് തന്നെ ഈ മക്കൾ എല്ലാവരും പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായ വിധം പ്രതിഷ്ഠിതമായിരുന്നു. എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അല്ലെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, 9 മക്കളുടെ പേരും പരിശുദ്ധ അമ്മയുടെ നാമവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ്. മരിയ ലൂയിസ, മരിയ പൗളിൻ, മരിയ ലയോണി, മരിയ ഹെലൻ, മരിയ ജോസഫ്, മരിയ ജോസഫ് ജോൺ ബാപ്റ്റിസ്റ്റ്, മരിയ സെലിൻ, മരിയ മെലാനി ത്രേസ്യ, ഏറ്റവും ഒടുവിലായിട്ട് 9ാമത്തെ ആളായിട്ട് നമ്മുടെ കൊച്ചുത്രേസ്യയുടെ യഥാർത്ഥ പേര് ഇപ്രകാരമാണ്, മരിയ ഫ്രാൻസിസ് തെരേസ് മാർട്ടിൻ. അങ്ങനെ 9 കുട്ടികൾക്കും മാതാവുമായിട്ട് ബന്ധമുള്ള, പരിശുദ്ധ അമ്മയുടെ പേരുമായിട്ട് ബന്ധമുള്ള പേര് നൽകി ഈ മക്കളെ ഇവർ വളർത്തുകയാണ്. ഈ ദമ്പതികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, തങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ ആൺകുഞ്ഞിനെ ഒരു മിഷണറി വൈദികനാക്കുക എന്നുള്ളത്. സാധാ ഒരു വൈദികനാക്കിയാൽ പോരാ, മറിച്ച് മിഷണറി വൈദികനാക്കണം എന്നുള്ളത് ഇവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച ആദ്യത്തെ ആൺകുഞ്ഞ് മരിയ ജോസഫ് എന്ന് അവന് പേരിട്ട് അവർ വളർത്തി. എപ്പോഴും ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് സെലിഗുരിൻ ലൂയി മാർട്ടിനോട് പറയും, നോക്കൂ, അവൻ്റെ കുഞ്ഞു കരങ്ങൾ എത്രമാത്രം പവിത്രമാണ്, എത്രമാത്രം സുന്ദരമാണ്. അവൻ ആ കുഞ്ഞു കരങ്ങൾ വെച്ച്, അല്ലെങ്കിൽ അവൻ്റെ കരങ്ങൾ ബലിവേദിയിൽ നമുക്കായിട്ട് ബലിയർപ്പിക്കുന്നതും അവൻ്റെ പാദങ്ങൾ വചനപീഠത്തിൽ ചവിട്ടി നിൽക്കുന്നതും കാണാനായിട്ട് എന്തു മനോഹരമായിരിക്കും എന്ന് പറയും. പക്ഷേ ഒരു വർഷത്തിന് ശേഷം, ഏകദേശം ഒരു വയസ്സെത്തുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞിനെ ദൈവം തിരികെ വിളിക്കുകയാണ്. പക്ഷേ ആ അപ്പനും അമ്മയും പതറിയില്ല. 4 കുഞ്ഞുങ്ങളെ ദൈവം തിരികെ വിളിച്ചപ്പോഴും ബാക്കി 5 കുഞ്ഞുങ്ങളെ ഇവർ നല്ല ഭക്തിയിൽ തന്നെ വളർത്തി. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരു മിഷണറി വൈദികൻ്റെ അപ്പനും അമ്മയും ആകണമെന്ന് ആഗ്രഹിച്ച ഈ ദമ്പതികളെ ആഗോള മിഷണറിമാരുടെ മധ്യസ്ഥയായിട്ടുള്ള ഒരു വിശുദ്ധയുടെ അപ്പനും അമ്മയുമായിട്ട് ദൈവം വളർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. കൊച്ചുത്രേസ്യയുടെ അപ്പനും അമ്മയുമായിട്ട് ഇവരെ വളർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. നല്ലൊരു വീട്ടമ്മയായിരുന്നു സെലിഗുരിൻ. പലപ്പോഴും മക്കളെ ഭക്താഭ്യാസങ്ങൾ വളർത്തുന്നതിന് ഈ വീട്ടമ്മ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്ന് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിലും ഈ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ വീട്ടമ്മ, അല്ലെങ്കിൽ ഈ അമ്മ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയതായിട്ട് കാണുന്നുണ്ട്. കൊച്ചുത്രേസ്യയുടെ നാമകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിസ്താരത്തിൽ കൊച്ചുത്രേസ്യയുടെ ബാക്കി 4 സഹോദരിമാരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ അമ്മ ഞങ്ങൾ ഒരിക്കലും അമിതമായിട്ട് ലാളിച്ചിട്ടില്ല. അതായത് ഭക്തകൃത്യങ്ങളിലെല്ലാം വളരെ കർശനമായിട്ട് തന്നെ ഞങ്ങളെ വളർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഒരിക്കൽ പോലും ഞങ്ങളെ ശാസിക്കാതിരുന്നിട്ടില്ല എന്ന് പറയുകയാണ്. അതിനർത്ഥം തങ്ങളുടെ മക്കളുടെ വളർച്ചയിൽ, മക്കളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളും കർശനമായ നിഷ്ഠകളും ഉണ്ടായിരുന്ന ഒരു അമ്മയായിരുന്നു സെലിഗുരിൻ എന്നുള്ളതായിരുന്നു. 34ാമത്തെ വയസ്സിൽ സെലിഗുരിൻ്റെ മാറിലൊരു വീക്കം കാണപ്പെടുകയാണ്. 11 വർഷം അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. 45ാമത്തെ വയസ്സിൽ ഡോക്ടർ മുമ്പിലെത്തിയ സെലിഗുരിനോട് ഡോക്ടർ പറയുകയാണ്, ഇത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നതെന്ന് പറയുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് സെലിഗുരിൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, നമുക്കിതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു ഉത്തരവ് ഇതാണ്, അതായത് ഇറ്റ്സ് ടു ലേറ്റ്, ഇത് കുറേ സമയം വൈകിപ്പോയിരിക്കുന്നു, നമ്മളിത് തിരിച്ചറിയാനായിട്ട് ഒരുപാട് സമയം വൈകിയിരിക്കുന്നു, ഇനി യാതൊരു വക പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയിട്ട് ഈ കാര്യം സെലിഗുരിൻ വീട്ടിൽ നിന്ന് ലൂയി മാർട്ടിനോടും തൻ്റെ 5 പെൺമക്കളോടും പറയുകയാണ്. ഒരു കുടുംബം മുഴുവൻ വളരെയധികം നിരാശയിലേക്ക് വഴുതി വീഴുകയാണ്. അപ്പോഴും ഈ അപ്പനും അമ്മയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കുന്നില്ല. വളരെ പ്രത്യേകമായിട്ട് ഈ രോഗത്തെയും ഈ അവസ്ഥകളെയും എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ദൈവഹിതം സ്വീകരിക്കാനുള്ളൊരു ശക്തിക്കായിട്ട് ഒരു കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസമാണ് ഈ അമ്മയും 3 മക്കളും കൂടിയിട്ട്, ഏറ്റവും മൂത്ത 3 പെൺമക്കളും അമ്മയായിട്ടുള്ള സെലിഗുരിനും കൂടിയിട്ട് ലൂർദിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയാണ്. ലൂർദിലേക്ക് തീർത്ഥാടനം നടത്തുമ്പോൾ 2 ലക്ഷ്യങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലൂർദിൽ ചെന്നിട്ട് ഇതിനേക്കാൾ ഇത്തിരി കൂടി മെച്ചപ്പെട്ട ഒരു ഡോക്ടറെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഉപദേശം തേടണം. രണ്ടാമതായിട്ട് അവിടുത്തെ അത്ഭുത നീരുറവയിൽ മുങ്ങി രോഗസൗഖ്യം ദൈവഹിത പ്രകാരം ലഭിക്കുകയാണെങ്കിൽ അതും കൂടി നേടിയെടുക്കണമെന്നുള്ള 2 ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അമ്മയും മൂത്ത 3 പെൺമക്കളും കൂടിയിട്ട് ലൂർദിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുന്നത്. അവിടെ എത്തിയപ്പോൾ ആദ്യമേ തന്നെ ഡോക്ടർ സെലിഗുരിനോട് പറയുന്നുണ്ട്, നമുക്കിതിൽ യാതൊരു വക
പ്രതീക്ഷയ്ക്കുള്ളൊരു വകയുമില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് ഇവർ ലൂർദിൽ പോയിട്ട് ആ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് അവിടുത്തെ അത്ഭുത നീരുറവയിൽ മുങ്ങുന്നുണ്ട്. അപ്പോഴൊക്കെ ഓരോ തവണ ഈ അമ്മ മുങ്ങിപ്പൊങ്ങുമ്പോഴും ഈ പെൺകുട്ടികൾ ചോദിക്കും, അമ്മേ അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. ഓരോ തവണയും അമ്മയുടെ ഉത്തരം നോ എന്നായിരുന്നു. തിരികെ ലൂർദിൽ നിന്നും വീട്ടിലെത്തിയ ഈ സെലിഗുരിനോട് മക്കളോടുമായിട്ട് ലൂയി മാർട്ടിൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഇനി നമുക്ക് എവിടേക്കും പോകണ്ട, മറിച്ച് ദൈവഹിതം എന്താണോ അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമുക്ക് എല്ലാവർക്കും ദൈവഹിതാനുസരണം നടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാകുന്നത് വരെ നമുക്ക് വീട്ടിൽ തന്നെ ആയിരിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനാപൂർവം ഇവർ വീട്ടിൽ സമയം ചെലവഴിക്കുന്നുണ്ട്. തീക്ഷ്ണമായ പ്രാർത്ഥനകൾക്കിടയിലും സെലിഗുരിന്റെ രോഗസംബന്ധമായ വേദനകൾ കൂടി വന്നു. 1877 ഓഗസ്റ്റ് 26 സെലിഗുരിന് രോഗീലേപനം നൽകപ്പെടുകയാണ്. നിറകണ്ണുകളോട് കൂടിയിട്ട് തങ്ങളുടെ മക്കളെ എല്ലാം സാക്ഷിയാക്കിയിട്ട് ഈ അമ്മ രോഗീലേപനം സ്വീകരിക്കുന്നു. 2 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 28 ഈ അമ്മ കർത്താവിൽ നിദ്ര പ്രാപിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ സഹോദരിയായിട്ടുള്ള സെലി ഇസിദോർ എന്ന് പറയുന്ന കൊച്ചുത്രേസ്യയുടെ അമ്മായിയും ഈ സെലിഗുരിൻ്റെ സഹോദരിയുമായിട്ടുള്ള സെലി ഇസിദോറിനെ തൻ്റെ മക്കളുടെ ചുമതല ഈ സെലിഗുരിൻ ഏൽപ്പിക്കുന്നുണ്ട്. ആ അമ്മായി വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ഈ മക്കളുടെ ചുമതല ഏറ്റെടുക്കുന്നുമുണ്ട്. സെലിഗുരിൻ്റെ മരണത്തിന് ശേഷം സെലിഗുരിൻ്റെ സഹോദരനായിട്ടുള്ള ഇസിദോർ ഗുരിൻ അലൻസോണിൽ നിന്നും ലിസ്വിയിലേക്ക് താമസം മാറ്റുകയാണ്. ഇസിദോർ ഗുരിൻ്റെ ഭാര്യയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെലി ഇസിദോർ എന്ന് പറയുന്ന കൊച്ചുത്രേസ്യയുടെ അമ്മായി. ഇവര് ലിസ്വിയിലേക്ക് താമസം മാറിയതിനു ശേഷം ലൂയി മാർട്ടിനെയും 5 മക്കളെയും ലിസ്വിയിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ക്ഷണപ്രകാരമാണ് ലൂയി മാർട്ടിനും 5 പെൺമക്കളും ലിസ്വി എന്ന് പറയുന്ന പട്ടണത്തിലെത്തുന്നത്. ഇവിടെ ഈ അമ്മായി ഇവർക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നൽകുകയാണ്. ഒരു അമ്മയെപ്പോലെ തന്നെ ഈ മക്കളെ സ്നേഹിക്കുകയുമാണ്. തൻ്റെ ജീവിതകാലത്ത് തന്നെ ലൂയി മാർട്ടിൻ തൻ്റെ 5 പെൺമക്കളിൽ 3 പേരെ അവരുടെ ദൈവവിളി തിരിച്ചറിഞ്ഞിട്ട് മഠത്തിൽ ചേരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവർക്ക് അനുവാദം നൽകി അവരെ പൂർണ്ണ ഹൃദയത്തോടു കൂടിയിട്ട് മഠത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. അതിൽ തന്നെ കൊച്ചുത്രേസ്യയുടെ കർമ്മല മഠ പ്രവേശനം വളരെ ശ്രദ്ധേയമാണ്. കാരണം ലൂയി മാർട്ടിന് ദിവ്യകാരുണ്യ വിസീത്ത കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ലൂയി മാർട്ടിൻ വിസീത്ത കഴിക്കുന്ന രീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പള്ളിയിലാണ് ലൂയി മാർട്ടിൻ ദിവ്യകാരുണ്യ വിസീത്ത നടത്തിയിരുന്നത്. ദിവ്യകാരുണ്യത്തെ കണ്ട് ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിച്ചിരുന്നത് ഓരോ ദിവസവും ഓരോ പള്ളിയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ലൂയി മാർട്ടിനും കൊച്ചുത്രേസ്യയും കൂടിയിട്ട് ലിസ്വിയിലുള്ള കർമ്മല മഠത്തിന്റെ ചാപ്പലിൽ കയറിയിട്ട് ദിവ്യകാരുണ്യ വിസീത്ത കഴിക്കുകയാണ്. അങ്ങനെ ദിവ്യകാരുണ്യ വിസീത്ത കഴിച്ച് തിരികെ വരുന്ന സമയത്ത് കൊയറിന്റെ അപ്പുറത്ത് ഇരുമ്പഴികൾക്ക് അപ്പുറത്തേക്ക് കൈ ചൂണ്ടിയിട്ട് ഈ അപ്പൻ മകളോട് പറയുകയാണ്, കൊച്ചുത്രേസ്യയോട് പറയുകയാണ്, ദാ ആ ഇരുമ്പഴികൾക്ക് അപ്പുറത്ത് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയുകയാണ്. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ രാവും പകലും പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സോ. കൊച്ചുത്രേസ്യക്ക് ഭയങ്കര കൗതുകമായി. കൊച്ചുത്രേസ്യ തൻ്റെ അപ്പനോട് ഈ പിതാവിനോട് ഈ സിസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് തുടങ്ങി. തൻ്റെ ചേച്ചിമാരും അതേ കോൺഗ്രിഗേഷനിൽ തന്നെയാണ് ചേർന്നിരിക്കുന്നത് എന്നറിയുമ്പോൾ കൊച്ചുത്രേസ്യക്ക് കർമ്മല മഠത്തിൽ പ്രവേശിക്കാനായിട്ട് അതിയായ ആഗ്രഹം ഉണ്ടാവുകയാണ്. പക്ഷേ കർമ്മല മഠത്തിന്റെ നിയമപ്രകാരം ആ ഒരു പ്രായത്തിൽ കർമ്മല മഠത്തിൽ പ്രവേശിക്കുക അസാധ്യമായിരുന്നു. ഈ കൊച്ചുത്രേസ്യയുടെ ആഗ്രഹം സാധ്യതമാക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നുണ്ട് കൊച്ചുത്രേസ്യയുടെ അപ്പനായിട്ടുള്ള ലൂയി മാർട്ടിൻ. അങ്ങനെ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ 3 പെൺമക്കളെയും മരണശേഷം പിന്നീട് 2 പെൺമക്കളും കൂടി മഠത്തിൽ ചേരുന്നുണ്ട്. താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 3 പെൺമക്കളെ അവരുടെ ദൈവവിളി തിരിച്ചറിഞ്ഞിട്ട് കർമ്മല മഠത്തിൽ ചേരാനായിട്ട് സഹായിച്ച നല്ലൊരു ഭക്തനായ പിതാവായിരുന്നു ലൂയി മാർട്ടിൻ. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അലൻസോണിൽ വെച്ച് മീൻ പിടിക്കുന്നതിനിടയിൽ ഒരു കടന്നല് ഈ ലൂയി മാർട്ടിനെ കുത്തുകയാണ്. അത് ആദ്യ ദിവസങ്ങളിൽ അത് വലിയ കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് ആ പാട് വലുതാകുകയും വലിയ വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. പിന്നീട് കൊച്ചുത്രേസ്യയുടെ അമ്മാവനായിട്ടുള്ള ഇസിദോർ ഗുരിൻ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നു. പക്ഷെ അതിനിടയിൽ ഇദ്ദേഹത്തിന് തലച്ചോറ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖവും വൃക്കയ്ക്ക് തകരാറും വന്ന് ഇദ്ദേഹം കിടപ്പിലാവുകയാണ്. ലൂയി മാർട്ടിൻ കിടപ്പിലാവുകയാണ്. രോഗിയായി തീർന്ന അപ്പനെ വീട്ടിലുള്ള 2 പെൺമക്കള് വളരെ ഭംഗിയായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്. ഈ വേദനകൾക്കിടയിലായിരുന്നു കൊച്ചുത്രേസ്യയുടെ സഭാവസ്ത്ര സ്വീകരണം എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇതിനുശേഷം ഇദ്ദേഹത്തിന് ചെറിയ രീതിയിൽ ഓർമ്മക്കുറവും അതുപോലെ തന്നെ ബുദ്ധിമാന്ദ്യവും വരുന്നു.
വീടിനടുത്തുള്ള ഒരു മാനസിക രോഗ ആശുപത്രിയിലേക്ക്, കായേനിലുള്ള ഒരു മാനസിക രോഗ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റുന്നുണ്ട് ഈ മക്കള്. അവിടെ ആയിരിക്കുമ്പോൾ ഈ കോൺവെന്റിലുള്ള മക്കളുടെ, മഠത്തിലുള്ള 3 സിസ്റ്റേഴ്സ് ആയിട്ടുള്ള മക്കളുടെ കത്തുകൾ സ്ഥിരം ഈ അപ്പന് വരുമായിരുന്നു. അത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായിരുന്നെന്ന് ജീവചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു നാൾ അവിടെ നിന്ന്, ഈ മാനസിക രോഗ ആശുപത്രിയിൽ നിന്നും ഈ അപ്പനെയും കൊണ്ട് വീട്ടിലുള്ള 2 പെൺമക്കള് ഈ അപ്പനെയും കൊണ്ട് മഠത്തിലേക്ക് വരുന്നുണ്ട്. ഈ കുടുംബത്തെ ഒരുമിച്ച്, ഏറ്റവും ഒടുവിലായിട്ട് ഒരുമിച്ച് കാണാനായിട്ട് അപ്പന് ലഭിക്കുന്ന ഒരു അവസരം. 3 കന്യാസ്ത്രീമാരായിട്ടുള്ള 3 മക്കളെയും തൻ്റെ വീട്ടിൽ നിൽക്കുന്ന 2 പെൺമക്കളെയും സാക്ഷിയാക്കിയിട്ട് ഈ 5 പെൺമക്കളോടുമായിട്ട് ഈ അപ്പൻ ഇങ്ങനെ ചൂണ്ടുവിരല് സ്വർഗത്തിലേക്ക് ഉയർത്തി, മുകളിലേക്ക് ഉയർത്തിയിട്ട് ഈ അപ്പൻ ഇങ്ങനെ പറയുകയാണ്, സ്വർഗത്തിൽ എന്ന് പറയുകയാണ്. അതായത് നമ്മൾ ഇനി കാണും, അത് ഈ ഭൂമിയിൽ വെച്ചിട്ടല്ല, മറിച്ച് സ്വർഗത്തിൽ വെച്ച് നമ്മളെല്ലാവരും കണ്ടുമുട്ടും എന്ന് പറയുകയാണ്. നമ്മുടെ കുടുംബം മുഴുവനും കണ്ടുമുട്ടും എന്ന് പറയുകയാണ്. പിന്നീട് ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കുടുംബം മുഴുവനും പിന്നീട് സ്വർഗത്തിൽ കണ്ടുമുട്ടിയതായിട്ട് സഭയുടെ ചരിത്രവും ഈ വിശുദ്ധരുടെ ചരിത്രവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തന്നെ ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കി തികഞ്ഞ സംതൃപ്തിയോട് കൂടിയിട്ട് 1894 ജൂലൈ 28-ന് ലൂയി മാർട്ടിൻ മരിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് തൻ്റെ ഏറ്റവും ഇളയ പുത്രിയായിട്ടുള്ള സെലിനും സെലിൻ്റെ അമ്മാവനായിട്ടുള്ള ഇസിദോർ ഗുരുനും തൻ്റെ കിടക്കയുടെ അരികിലുണ്ടായിരുന്നതായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. 2015 ഒക്ടോബർ 18-ന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ 2 പേരെയും ഒരുമിച്ച് ഒരേ വേദിയിൽ വെച്ചിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരേ വേദിയിൽ ഒരുമിച്ച് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് ഇത് ആദ്യത്തെ സംഭവമായിരുന്നു. ഇവരുടെ കബറിടത്തിലേക്ക് ഇന്നും തീർത്ഥാടകരുടെ ഒരു പ്രവാഹമുണ്ട്. ഇവരുടെ കബറിടത്തിലെത്തിയ ചില തീർത്ഥാടകർ ഇപ്രകാരം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്: പ്രിയപ്പെട്ട ക്രിസ്തീയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം ഞങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കുവാനുമായിട്ട് ഒരു കൊച്ചു വിശുദ്ധയെ നൽകിയതിനെ ഓർത്ത് നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. കൊച്ചുറേസ്യയുടെ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഇവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ ദൈവത്തിന് മുമ്പിൽ ജീവിച്ച രീതിയും ദൈവത്തിന് തങ്ങളെ തന്നെയും തങ്ങളുടെ കുടുംബത്തെയും സമർപ്പിച്ച രീതിയും വെച്ച് നോക്കുമ്പോൾ ഇവർ തീർച്ചയായിട്ടും വിശുദ്ധരായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ക്രിസ്തീയ ദമ്പതികൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്. ഭക്തിയിൽ ജീവിക്കുന്നതിനും തങ്ങൾക്കുള്ള അതേ ഭക്തിയിലും ദിവ്യകാരുണ്യ ഭക്തിയിലും പരിശുദ്ധ അമ്മയോടുള്ള ഒരു ഭക്തിയിലും തങ്ങളുടെ മക്കളെയും വളർത്തിക്കൊണ്ടുവരുന്നതിനും തങ്ങളുടെ മക്കളെ വിശുദ്ധരാക്കി തീർക്കുന്നതിനും ഈ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്ന തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.